കഴിഞ്ഞ ദിവസമാണ് ആസാമിൽ റിക്ടർ സ്കെയിലിൽ 5.9 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായത്. ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഈ വാർത്തയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ രാജ്യം വളരെ ആവേശത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് 2 നഴ്സുമാരുടെ പേരാണ്. എന്താണ് ഈ നഴ്സുമാർ ഈ ഭൂചലനത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യാനായി പ്രാധാന്യം അവർക്ക് ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഭൂചലനത്തിൽ അവരുടെ ധീരതയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആസാമിനെ പിടിച്ചുകുലുക്കിയ 5.9 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിൽ നഗാവോൺ ആദിത്യ ഹോസ്പിറ്റൽ ഇവിടെ ജോലി ചെയ്യുന്ന 2 നഴ്സുമാരുടെ ധീരതയാണ് ചർച്ചയാകുന്നത്. വലിയ രീതിയിൽ ജനങ്ങൾ പാനിക്കായി. ഭൂചലനത്തിൽ ജനങ്ങൾ ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്കിറങ്ങി ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ നഴ്സുമാർ 3 ന്യൂ ബോൺ ബേബി, അതായത് നവജാത ശിശുക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത്. ഈ നഴ്സുമാർ വളരെ ധീരമായി ഈ 3 ന്യൂ ബോൺ ബേബികളെയും അല്ലെങ്കിൽ നവജാത ശിശുക്കളെയും പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയില്ല. ആ ന്യൂ ബോൺ ബേബികൾ, അതായത് നവജാത ശിശുക്കളെ അവിടെ ഇട്ടിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഇവർക്ക് വേണമെങ്കിൽ ഓടാമായിരുന്നു. ആരും ഇവരെ കുറ്റം പറയില്ല, അവർക്ക് നീതീകരണം ലഭിച്ചേനെ. പക്ഷെ അവർ ചെയ്തത് ഈ ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ ഈ നവജാത ശിശുക്കളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇപ്പോഴിതാ നിയോനേറ്റൽ വാർഡിൽ 2 ബ്രേവ് സിസ്റ്റേഴ്സ് അവരുടെ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് 3 ന്യൂ ബോൺ ബേബികളുടെ അൺവേവറിങ് കറേജ്, അതായത് യാതൊരു തരത്തിലും കുലുക്കമില്ലാത്ത ധീരതയോടുകൂടി പ്രവർത്തിച്ചു, അവരെ സംരക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെ ട്രൂ ഹീറോസ് അല്ലെങ്കിൽ ട്രൂ ഗാർഡിയൻസ് ഓഫ് ലൈഫ് എന്നാണ് ഇന്ന് നമ്മുടെ നാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.